Welcome everyone. The day after the wedding, on the way to her husband's house, the young woman left her husband in the middle of the road and went with her lover. Welcome everyone. On the day after the wedding, on the way to her husband's house, the young woman left her husband in the middle of the road and went with her lover. എല്ലാവർക്കും സ്വാഗതം. ഭർത്താവ് രഹസ്യ ഫോൺ പരിശോധിക്കുന്നത് കണ്ട വൈഷ്ണവി ഓടി രക്ഷപ്പെട്ടു. ഉറ്റ സുഹൃത്തുമായുള്ള അടുപ്പമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് മൊഴി. Welcome everyone. Vaishnavi ran away after seeing her husband checking the secret phone, and it was stated that the closeness with her soulmate was behind the murder. എല്ലാവർക്കും സ്വാഗതം. മകന് മദ്യപിക്കാൻ പണം വേണം. അവൻ ഉപദ്രവിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ അവനെ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോയി. എല്ലാവർക്കും സ്വാഗതം. തന്നെയും അച്ഛനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ അമ്മയെ 7 വർഷങ്ങൾക്ക് ശേഷം മകൻ പ്രതികാരത്തിനായി കൊന്നു. എല്ലാവർക്കും സ്വാഗതം. മകളുടെ വിവാഹത്തിനായി കരുതി വെച്ച സ്വർണവുമായി അമ്മ കാമുകനൊപ്പം ഒളിച്ചോടി. അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് മകൾ അമ്മയെ ഒരു പാഠം പഠിപ്പിച്ചു. ഇനി അമ്മയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മായിയമ്മയുടെ 10 പവൻ സ്വർണം കാണുവാനില്ല. 1.5 വർഷത്തിന് ശേഷം മരുമകളെ നാടകീയമായ രീതിയിൽ പോലീസിനെ ഏൽപ്പിച്ചു. Welcome everyone. And the mother eloped with her lover with the gold saved for her daughter's wedding. And the daughter taught her a lesson by filing a case against her mother. ഹോട്ടലുടമയെ മർദ്ദിച്ച യുവാക്കൾ ബിരിയാണിക്ക് പകരം പൊറോട്ട ലഭ്യമല്ലെന്ന് പറഞ്ഞതിനാലാണ് ആനമുട്ട ആവശ്യപ്പെട്ടത്. എല്ലാവർക്കും സ്വാഗതം. ഭാര്യയ്ക്ക് വൃക്കദാനം ചെയ്തയാൾ വിവാഹമോചന സമയത്ത് അത് തിരികെ ആവശ്യപ്പെട്ട്. Welcome everyone. The person who donated a kidney to his wife is asking for it back during the divorce. എല്ലാവർക്കും സ്വാഗതം. ഭർത്താവിന്റെ മദ്യപാനം സഹിക്കാനാകാതെ ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടി. എല്ലാവർക്കും സ്വാഗതം. മോഷണ കേസിൽ തന്നെ പിടികൂടിയ പോലീസുകാരനെ അഭിനന്ദിച്ച് മോഷ്ടാവ്. എല്ലാവർക്കും സ്വാഗതം. ജയിലില അല്ല, കുട്ടികൾക്കാണ് മികച്ച ഭക്ഷണം നൽകേണ്ടത് എന്ന് കുഞ്ചാക്കോ. എല്ലാവർക്കും സ്വാഗതം. ബില്ലടയ്ക്കാതെ തടിതപ്പാൻ വെജ് ബിരിയാണിയിൽ എല്ലിൻ കഷ്ണമിട്ടു. CCTVയിൽ കുടുങ്ങി യുവാക്കൾ. എല്ലാവർക്കും സ്വാഗതം. ബാക്ക് ബെഞ്ചേഴ്സ് നോ. ഇനി വേണ്ട, ക്ലാസ് മുറികൾ യു ഷേപ്പിലേക്ക് മാറ്റത്തിനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. വെൽക്കം എവ്രിവൺ. ബാക്ക് ബെഞ്ചേഴ്സ് no longer need classrooms. Education Department ready for change to U-shaped classrooms. എല്ലാവർക്കും സ്വാഗതം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി. എല്ലാവർക്കും സ്വാഗതം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ദിവസവും 2 ലക്ഷം രൂപ വരെ തട്ടിയെടുത്തു. പ്രതി ഈ പണം ഉപയോഗിച്ച് സ്വർണവും സ്കൂട്ടറുകളും വാങ്ങി. എല്ലാവർക്കും സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമല്ലാതെ സുപ്രീം കോടതി ആവർത്തിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. കളികൊല്ലൂർ കൊല്ലം MDMA കേസ് പ്രതിയുടെ നാടകീയ രക്ഷപ്പെടൽ. ഭാര്യ പോലീസ് സ്റ്റേഷന് മുന്നിൽ വണ്ടിയുമായി കാത്തുനിന്നു. ഭർത്താവ് ചാടിക്കയറി. എല്ലാവർക്കും നമസ്കാരം. വിധിയെ പോലും മനക്കരുത്ത് കൊണ്ട് തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഡോക്ടർ മരിയ ബിജുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Welcome everyone. Dr. Maria Biju, 25 years old, is moving forward by defeating destiny with mental strength when it tried to weaken her.